ബൈബിളിൽ അപ്പനോ അമ്മയോ ഇല്ലാത്ത, കുടുംബ പരമ്പരയില്ലാത്ത, ജനനമോ മരണമോ ഇല്ലാത്ത ഒരു കഥാപാത്രമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാവോ? കേൾക്കുമ്പോൾ അങ്ങനെ ഒരാൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തോന്നും അല്ലേ? എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് നിന്ന് പ്രത്യക്ഷപ്പെടുന്ന ഈ നിഗൂഢ വ്യക്തി അബ്രഹാമിനെ അനുഗ്രഹിച്ചു, ദശാംശം സ്വീകരിച്ചു. അതിനുശേഷം അതേപോലെ തന്നെ പിന്നെയും അപ്രത്യക്ഷനായി. അദ്ദേഹത്തിന്റെ പേരാണ് മൽക്കിസദേക്ക്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അറിവിനെ തന്നെ പൂർണ്ണമായി മാറ്റിമറിക്കുന്ന ഒരു നിഗൂഢ പുരോഹിതനാണിത്. യേശുക്രിസ്തു പഴയ നിയമത്തിൽ മൽക്കിസദേക്ക് എന്ന പേരിൽ വെളിപ്പെട്ടതാണോ? എന്നേക്കുമുള്ള പുരോഹിതൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് എന്നൊക്കെ ചോദ്യമുണ്ടോ? ഈ വീഡിയോ അവസാനം വരെ കാണുക, നിങ്ങൾക്ക് മനസ്സിലാകും. പുരാതന കാലത്ത് അധികാരം നേടിയെടുക്കാനായിട്ട് വാളുകൊണ്ട് രാജ്യങ്ങൾ ഒരു ദയയുമില്ലാതെ യുദ്ധങ്ങൾ ചെയ്യുമായിരുന്നു. യോദ്ധാക്കളുടെയും ക്രൂരന്മാരായ രാജാക്കന്മാരുടെ ഒരു കാലമായിരുന്നു അത്. ആ സമയത്ത് 9 രാജാക്കന്മാർ തമ്മിൽ വലിയൊരു യുദ്ധം ഉണ്ടായി. ഒരു വശത്ത് ഏലാം രാജാവായ കെദർലായോമറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സ്വയച്ഛാധിപത്യ സൈക്യം, മറുവശത്ത് ആ രാജാവിന്റെ അടിമത്തത്തിൽ നിന്ന് മോചനം നേടാൻ ശ്രമിക്കുന്ന സോദം ഗുമറ രാജാക്കന്മാർ ഉൾപ്പെടെയുള്ള 5 രാജാക്കന്മാരുടെ സഖ്യം. ഈ യുദ്ധം എന്ന് പറയുന്നത് വെറും സ്ഥലം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ളത് മാത്രമായിരുന്നില്ല. ആ ദേശങ്ങളിലുള്ള സമ്പത്തും അധികാരവും നേടിയെടുക്കാനുള്ള യുദ്ധമായിരുന്നു. ഈ യുദ്ധസമയത്ത് അബ്രഹാമിന്റെ അനന്തരവനായ ലോത്തും അവന്റെ കുടുംബവും പിടിക്കപ്പെട്ടു. അവരെ അടിമകളാക്കി കൊണ്ടുപോയി. അപ്പോഴാണ് സ്വന്തമായി ഒരു രാജ്യം പോലും ഇല്ലാത്ത ഒരു സാധാരണക്കാരനായ അബ്രഹാം ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചത്. തന്റെ വീട്ടിൽ ജനിച്ച് പരിശീലനം ലഭിച്ച കുറച്ച് ആളുകളെ മാത്രം കൂട്ടി ആ വലിയ രാജാക്കന്മാർക്കെതിരെ അബ്രഹാം വലിയൊരു ആക്രമണം നടത്തി. വെറും 318 പേരെ കൊണ്ട് ആ രാജാക്കന്മാരെ അബ്രഹാം ജയിച്ചു. ലോത്തിനെയും കുടുംബത്തെയും കൊണ്ടുവന്നു. കൂടെ അവർ കൊള്ളയടിച്ച എല്ലാ സമ്പത്തും തിരിച്ചു കൊണ്ടുവന്നു. ഈ ഒരു സംഭവത്തോടെ അബ്രഹാമിന്റെ പേര് ഇതിഹാസമായി മാറി. അന്നു മുതൽ എല്ലാവരും അബ്രഹാമിനെ ബഹുമാനിക്കാൻ തുടങ്ങി. വലിയ വിജയം കിട്ടിയതിന്റെ സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് തികച്ചും നിഗൂഢമായ ഒരു കഥാപാത്രത്തെ അവൻ കണ്ടുമുട്ടുന്നത്. അതാണ് മൽക്കിസദേക്ക്. ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമാണ് അദ്ദേഹം. ഒരു മുന്നറിയിപ്പുമില്ലാതെ, മുൻകാല ചരിത്രങ്ങൾ ഒന്നുമില്ലാതെ, അദ്ദേഹത്തെക്കുറിച്ച് ഒരു ആമുഖമോ ഒന്നുമില്ലാതെ അദ്ദേഹം അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് അബ്രഹാമിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത് കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നാം. പക്ഷേ വളരെ ആഴത്തിലുള്ള പ്രവചനപരമായ വലിയൊരു അർത്ഥം അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ആരാണ് ഈ രാജാവ്? ആ സമയത്ത് മോശയുടെ ന്യായപ്രമാണം ഒന്നും ഇല്ലായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഈ പൗരോഹിത്യ അധികാരം കിട്ടിയത്? ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ബൈബിൾ എല്ലാവരുടെയും വംശാവലിയെക്കുറിച്ച് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരിടത്തു പോലും ഇദ്ദേഹത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്നില്ല. അപ്പനോ അമ്മയോ മക്കളോ ആരെങ്കിലും ഉള്ളതായിട്ട് ഒരു രേഖയുമില്ല. വെറുതെ വന്നു, ചെയ്യാനുള്ള കാര്യം ചെയ്തു, പിന്നെ ചരിത്രത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകുന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യവും ആ പദവിയും മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമുള്ള ചില രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. മൽക്കിസദേക്ക് എന്നത് തന്നെ ഒരു അസാധാരണമായ പേരാണ്. ഹീബ്രു ഭാഷയിൽ മൽക്കിസദേക്ക് എന്ന് പറഞ്ഞാൽ നീതിയുടെ രാജാവ് എന്നാണ് അർത്ഥം. നീതിയോ? ഏതർത്ഥത്തിലുള്ള നീതിയാണ് എന്ന് ചോദിച്ചാ അത് വെറും പദവി മാത്രമല്ല, അദ്ദേഹത്തിന്റെ സ്വഭാവം തന്നെ അതായിരുന്നു. ബൈബിൾ അടിസ്ഥാനത്തിൽ നീതി എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ നിയമങ്ങൾ പാലിക്കുന്നതല്ല, മറിച്ച് ദൈവത്തിന്റെ സ്വഭാവവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണത്. മൽക്കിസദേക്ക് വെറുതെ കുറച്ച് ജനങ്ങളെ ഭരിച്ചു എന്നല്ല, അത്യുന്നതനായ ദൈവത്തിൽ നിന്ന് വരുന്ന യഥാർത്ഥ നീതിയെ പ്രതിനിധീകരിച്ചു എന്നാണ്. അദ്ദേഹത്തിന്റെ അധികാരം തികച്ചും വ്യത്യസ്തമായിരുന്നു. അക്കാലത്തെ അറിയപ്പെടുന്ന രാജവംശങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാലങ്ങൾക്ക് മുമ്പേ സ്ഥാപിക്കപ്പെട്ടതുപോലെയായിരുന്നു അത്. നീതിയുടെ രാജാവ് എന്നതിനേക്കാൾ ഉപരി അദ്ദേഹത്തെ സമാധാനത്തിന്റെ രാജാവ് എന്നും പറയാറുണ്ട്. കാരണം അദ്ദേഹം ഭരിച്ചിരുന്നത് ഷാലേം എന്ന ദേശമായിരുന്നു. ഹീബ്രു ഭാഷയിൽ സമാധാനം എന്ന അർത്ഥം വരുന്ന ഷാലേം എന്ന വാക്കിൽ നിന്നാണ് ഈ പേര് വന്നിട്ടുള്ളത്. ഇതൊരു വലിയ ചോദ്യം ഉയർത്തുന്നുണ്ട്. ഈ നഗരം എവിടെയാണ്? അത് എന്താണ് എന്നൊക്കെ. നമുക്കറിയാവുന്ന യെരുശലേം അന്ന് ഇസ്രായേലിന്റെ തലസ്ഥാനമായി മാറിയിട്ടില്ല. എങ്കിലും ഇസ്രായേലിയർ അവിടെ വരുന്നതിന് വളരെ മുമ്പ് തന്നെ ഷാലേം ഒരു രാജ്യമായിരുന്നു. മൽക്കിസദേക്ക് അതിനെ ഭരിച്ചു. പിൽക്കാലത്ത് ലോകത്തിന്റെ തന്നെ ആത്മീയ കേന്ദ്രമായി മാറിയ ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള ആദ്യത്തെ ബൈബിൾ പരാമർശങ്ങളിൽ ഒന്നാണത്. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ വേദപുസ്തകത്തിൽ യെരുശലേമിനെ ദൈവത്തിന്റെ നഗരം എന്നാണ് പറയുന്നത്. ദാവീദും സോളമനും ഒക്കെ വരുന്നതിന് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മൽക്കിസദേക്ക് അവിടെ ഭരിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ അതൊരിക്കലും യാദൃശ്ചികമായി സംഭവിക്കാൻ ഒരു വഴിയില്ല. യേശുക്രിസ്തു വാഴുന്ന, ദൈവാലയം പണിയപ്പെടുന്ന, ദൈവത്തിന്റെ പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ബൈബിൾ യെരുശലേമിനെ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൽക്കിസദേക്കിന്റെ ഈ ഭരണം വെറും ഒരു ഒറ്റപ്പെട്ട സംഭവമല്ലായിരുന്നു. വരാനിരിക്കുന്ന വലിയൊരു കാര്യത്തിന്റെ നിഴലായിരുന്നു അത്. മൽക്കിസദേക്കും യെരുശലേമും തമ്മിലുള്ള ഈ ബന്ധം സത്യത്തിൽ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? താൻ ജനിച്ചതിനെക്കുറിച്ച് ഒരു പാരമ്പര്യവും അവകാശപ്പെടാനില്ലാത്ത ഒരാൾക്ക് എങ്ങനെ ഇത്രയും വലിയൊരു പദവി കിട്ടി എന്നൊക്കെ ചോദിച്ചാ രാജാക്കന്മാരെ ജയിച്ചതിനു ശേഷം അബ്രഹാം തിരിച്ചു വന്നു. വേണമെങ്കിൽ അബ്രഹാമിന് യുദ്ധത്തിൽ കിട്ടിയ എല്ലാ മുതലുകളും സ്വന്തമാക്കായിരുന്നു. വലിയൊരു യോദ്ധാവ് എന്ന പട്ടവും ഏറ്റെടുക്കായിരുന്നു. പക്ഷേ അവിടെ സംഭവിച്ചത് മറ്റൊന്നാണ്. ഷാലേം രാജാവും
അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ മൽക്കിസദ്ദേക്കിന് മുന്നിൽ വലിയ ബഹുമാനത്തോടെ അബ്രഹാം മുട്ടുകുത്തി. തനിക്ക് കിട്ടിയ എല്ലാറ്റിൽ നിന്നും പത്തിലൊന്ന്, അതായത് ദശാംശം, അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു. ഈ ഒരു സംഭവം ശരിക്കും ഞെട്ടിക്കുന്നതാണ്. ഇസ്രായേലിന്റെ ചരിത്രത്തെ പോലും മറികടക്കുന്ന വലിയൊരു ദൈവശാസ്ത്രപരമായ കാര്യം അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അന്ന് മോശയുടെ ന്യായപ്രമാണം പോലും ഉണ്ടായിരുന്നില്ല. ലേവ്യരുടെ പൗരോഹിത്യവും ദശാംശവും ഒക്കെ വരാൻ ഇനിയും നൂറ്റാണ്ടുകൾ സമയമുണ്ട്. എന്നിട്ട് പോലും വിശ്വാസികളുടെ പിതാവായ അബ്രഹാം യാതൊരു നിർബന്ധവും ഇല്ലാതെ അവൻ പിടിച്ചെടുത്ത സമ്പത്തിന്റെ പത്തിലൊന്ന് ഈ നിഗൂഢമായ പുരോഹിതന് കൊടുത്തു. അതിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ച അബ്രഹാമിനെക്കാളും വലിയൊരു ആത്മീയ അധികാരം മൽക്കിസദേക്കിന് ഉണ്ടായിരുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. ദൈവത്തിന്റെ വാഗ്ദത്തം ലഭിച്ച, ദൈവം തെരഞ്ഞെടുത്ത ജനത്തിന്റെ തലവനാകേണ്ട ആ അബ്രഹാം തന്റെ വംശത്തിലോ തനിക്ക് അറിയാവുന്ന ഏതെങ്കിലും ഗോത്രത്തിലോ പെടാത്ത ഒരു പുരോഹിതന്റെ മുന്നിൽ മുട്ടുകുത്തി. ഇത് സകലത്തെയും മാറ്റിമറിക്കുന്ന ഒരു കാര്യമാണ്. മൽക്കിസദേക്കാണ് വലിയവനെന്ന് അബ്രഹാം അംഗീകരിച്ചതുകൊണ്ട് തന്നെ ശേഷം വരുന്ന അബ്രഹാമിന്റെ വംശത്തിലുള്ള ലേവ്യർ ഉൾപ്പെടെയുള്ള മുഴുവൻ പൗരോഹിത്യവും ഈ നിഗൂഢ പുരോഹിതന്റെ സ്ഥാനത്തിന് താഴെയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ലേവ്യരുടെ പൗരോഹിത്യം വരുന്നത് ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ മൽക്കിസദേക്കിന്റെ പൗരോഹിത്യം ന്യായപ്രമാണത്തിനു മുമ്പുള്ളതാണ്. ദൈവത്തിന്റെ നിത്യമായ ഉടമ്പടിക്ക് കീഴിലുള്ളതാണത്. മൽക്കിസദേക്ക് അബ്രഹാമിനെ സ്വീകരിച്ചത് നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടി ദുരൂഹമാകുന്നുണ്ട്. അദ്ദേഹം ദശാംശം വാങ്ങുക മാത്രമല്ല ചെയ്തത്, തിരിച്ച് അപ്പവും മീഞ്ഞും കൊടുത്തു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു നിമിഷത്തിൽ പിന്നെയും ആവർത്തിക്കപ്പെടുന്ന ഒരു സംഭവമാണിത്. പക്ഷേ അപ്പവും വീഞ്ഞും കൊടുക്കാനുള്ള കാരണം എന്താണ്? ആ സമയത്ത് അത് എന്താണ് അർത്ഥമാക്കിയത് എന്ന് ചോദിച്ചാ അബ്രഹാമും മൽക്കിസദേക്കും തമ്മിലുള്ള ഈ നിഗൂഢ കൂടിക്കാഴ്ച നടന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം ബൈബിളിലെ തന്നെ ഏറ്റവും പ്രവചനപരമായ ഒരു സങ്കീർത്തനങ്ങളിലൊന്ന് ദാവീദ് എഴുതി. സങ്കീർത്തനം 110 4 വാക്യത്തിൽ ദാവീദ് വളരെ കൗതുകകരമായ ഒരു കാര്യം പറയുന്നുണ്ട്. മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം അങ്ങ് എന്നേക്കും പുരോഹിതനായിരിക്കും എന്ന്. ഇവിടെ പുരോഹിതൻ എന്ന് ആരെക്കുറിച്ചാണ് പറയുന്നത്? ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദ് ഒരിക്കലും ഒരു പുരോഹിതനല്ല. ലേവ്യ പുരോഹിതന്മാരെ ആരെയും നിത്യമായ പുരോഹിതന്മാർ എന്ന് വിളിക്കാനും പറ്റില്ല. അതിന്റെ അർത്ഥം ദാവീദിന്റെ കാലത്തുള്ള ആരെക്കുറിച്ചുമല്ല ഈ പറയുന്നത്, മറിച്ച് ഭാവിയിൽ വരാനിരിക്കുന്ന ഒരാളെക്കുറിച്ചാണ് പറയുന്നത്. മൽക്കിസദേക്കിനെ പോലെ ലേവി ഗോത്രത്തിന്റെ പാരമ്പര്യമില്ലാത്ത എന്ന പൗരോഹിത്യം വഹിക്കുന്ന ഒരാൾ. പുതിയ നിയമത്തിൽ ഇതിന്റെ കൃത്യമായ അർത്ഥം വെളിപ്പെടുന്നത് വരെ നൂറ്റാണ്ടുകളായിട്ട് എല്ലാവർക്കും ഈ പ്രവചനം ഒരു വലിയ രഹസ്യമായിരുന്നു. വാഗ്ദത്തം ചെയ്യപ്പെട്ട മെഷിയായ യേശുക്രിസ്തു ലേവി ഗോത്രത്തിലല്ല, യഹൂദ ഗോത്രത്തിലാണ് ജനിച്ചത്. ഇസ്രായേലരുടെ നിയമം അനുസരിച്ച് യേശുവിന് ഒരിക്കലും ഒരു പുരോഹിതനാകാൻ പറ്റില്ല. പുരോഹിതനാകാൻ ലേവി ഗോത്രത്തിൽ തന്നെ ജനിക്കണം. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിനെ എങ്ങനെയാണ് മഹാപുരോഹിതനെന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം മൽക്കിസദേക്ക് എന്ന വ്യക്തിയിലാണ് മറഞ്ഞിരിക്കുന്നത്. യേശു പുരോഹിതനായത് ലേവ്യരുടെ ക്രമപ്രകാരമല്ല, മറിച്ച് മോശയുടെ ന്യായപ്രമാണത്തിന്റെ പരിധികൾക്കെല്ലാം അപ്പുറത്തുള്ള സ്വർഗീയവും നിത്യവുമായ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമാണ്. ദൈവം അത് സ്ഥാപിക്കുക മാത്രമല്ല ചെയ്തത്, അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് സത്യം ചെയ്യുകയും ചെയ്തു. അതായത് ദൈവത്തിന്റെ സത്യത്തിൽ ഉറപ്പിച്ചതുകൊണ്ട് തന്നെ ഈ പൗരോഹിത്യം ഒരിക്കലും ഇല്ലാതാക്കാൻ കഴിയില്ല. യേശു ലേവ്യ കുലത്തിൽ ജനിക്കാത്ത ആളാണ് എന്ന മഹാപുരോഹിതൻ എന്ന പദവി കിട്ടി. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു ചോദ്യം ഉയർത്തുന്നുണ്ട്. യേശുവും മൽക്കിസദേക്കും ശരിക്കും ഒരാൾ തന്നെയാണോ എന്ന്. എബ്രായ ലേഖനത്തിൽ മൽക്കിസദേക്കിനെ കുറിച്ച് വളരെ ശാന്തവും കൗതുകകരവുമായ ഒരു കാര്യം പറയുന്നുണ്ട്. എബ്രായർ 7-3 വാക്യം ഇങ്ങനെ പറയുന്നു: അദ്ദേഹം പിതാവും മാതാവും വംശാവലിയും ജീവാരംഭവും ജീവാവസാനവും ഇല്ലാത്തവനായി ദൈവപുത്രന് സമാനമായ നിത്യപുരോഹിതനായിരിക്കുന്നു എന്ന്. ഇതിന്റെ അർത്ഥം എന്താണ്? ആദ്യത്തെ ചോദ്യം തന്നെ ഈ വംശാവലിയെക്കുറിച്ചാണ്. മറ്റ് ചരിത്ര പുസ്തകങ്ങളിൽ ഇതൊരു വലിയ കാര്യമല്ലായിരിക്കും. പക്ഷെ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളും നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും കൃത്യമായ വംശാവലികൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു വ്യക്തിയിൽ മാത്രം ഒഴിവാക്കിയത് വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിന്റെ ജനനമോ മരണമോ മക്കളെയെക്കുറിച്ച് ഒരിടത്തും പറയുന്നില്ല. അദ്ദേഹം മറ്റു പുരോഹിതന്മാരിൽ നിന്ന് വ്യത്യസ്തനാണെന്ന് മാത്രമല്ല, വെറും ഒരു സാധാരണ മനുഷ്യനല്ലായിരിക്കാം എന്നൊരു സംശയം കൂടി ഉയരുന്നുണ്ട്. അങ്ങ് എന്നേക്കും ഒരു പുരോഹിതൻ എന്നും അവിടെ പറയുന്നുണ്ട്. ഒരു സാധാരണ മനുഷ്യന് എന്നേക്കും പുരോഹിതനായിരിക്കാൻ എങ്ങനെ കഴിയും? അതിനർത്ഥം മൽക്കിസദേക്കിന് ഈ ഭൂമിയിൽ ഒരു അന്ത്യം ഉണ്ടായിരുന്നില്ല എന്നാണോ? അതോ കാലങ്ങൾക്കതീതമായ അദ്ദേഹത്തിന്റെ അസ്തിത്വത്തെ കാണിക്കുന്നതാണോ ഇത് എന്നൊക്കെ ചോദിച്ചാൽ ഈ വിശേഷണങ്ങൾ മറ്റൊരു വ്യക്തിക്ക് വളരെ കൃത്യമായി യോജിക്കുന്നുണ്ട് എന്നതാണ് സത്യം. അതാണ് യേശുക്രിസ്തു. അദ്ദേഹത്തെയും നിത്യപുരോഹിതൻ എന്ന് വിളിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ശുശ്രൂഷ ഭൂമിയിലല്ല, സ്വർഗത്തിലാണ് തുടങ്ങിയത്. ഈ ഒരു ബന്ധം ഉള്ളതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ക്രിസ്തു തന്നെ നേരിട്ട് മൽക്കിസദേക്കായി പ്രത്യക്ഷപ്പെട്ടതാണ് എന്ന് പല പണ്ഡിതന്മാരും ചിന്തിക്കാൻ കാരണം. മൽക്കിസദേക്കും യേശുവും ഒരാൾ തന്നെയാണെങ്കിൽ അബ്രഹാമിന് മുമ്പിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു സാധാരണ രാജാവോ ഒരു പുരോഹിതനോ അല്ല, മറിച്ച് ജഡാവതാരം എടുക്കുന്നതിന് മുമ്പുള്ള ക്രിസ്തുവിനെയാണ് അബ്രഹാം അവിടെ കണ്ടുമുട്ടിയത് എന്നും അദ്ദേഹത്തിൽ നിന്ന് അനുഗ്രഹം വാങ്ങി അദ്ദേഹത്തിന്റെ ആധിപത്യം അംഗീകരിക്കുകയുമാണ് ചെയ്തത് എന്നും വരും.
എന്നാൽ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ബൈബിൾ ചരിത്രത്തിൽ അദ്ദേഹം വെറും ഒരു ഒറ്റപ്പെട്ട ആളല്ല എന്നതാണ്. അദ്ദേഹത്തിന്റെ അസ്തിത്വം നേരിട്ട് വിരൽ ചൂണ്ടുന്നത് ക്രിസ്തുവിലേക്കും പഴയ നിയമത്തിലെ മുഴുവൻ മതപരമായ വ്യവസ്ഥയും മാറ്റിമറിക്കാൻ പോകുന്ന ഒരു പുതിയ പൗരോഹിത്യത്തിലേക്കുമാണ്. യേശു ചെയ്ത കാര്യങ്ങൾ കൊണ്ട് ശരിക്കും എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ചോദിച്ചാൽ മൽക്കിസദകിന്റെ പൗരോഹിത്യം ബൈബിൾ ചരിത്രത്തിലെ വെറും ഒരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. നൂറ്റാണ്ടുകൾക്ക് ശേഷം നടക്കാൻ പോകുന്ന വലിയൊരു മാറ്റത്തിന്റെ മുന്നോടിയായിരുന്നു അത്. പഴയ നിയമകാലത്ത് ദൈവവും മനുഷ്യരും തമ്മിലുള്ള ബന്ധം നിശ്ചയിച്ചിരുന്നത് ലേവ്യരുടെ പൗരോഹിത്യമായിരുന്നു. ലേവി ഗോത്രത്തിലുള്ളവർക്ക് മാത്രമേ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാനും ബലിയർപ്പിക്കാനും ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കഴിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ ഈ ഒരു പൗരോഹിത്യം താൽക്കാലികമായിരുന്നു, പരിമിതപ്പെട്ടതായിരുന്നു. മനുഷ്യനുണ്ടായിരുന്ന പോരായ്മകളെല്ലാം അതിനുണ്ടായിരുന്നു. പക്ഷേ യേശുക്രിസ്തു വന്നപ്പോൾ എല്ലാം മാറി. അദ്ദേഹം ലേവി ഗോത്രത്തിലല്ല ജനിച്ചത്, യഹൂദ ഗോത്രത്തിലായിരുന്നു. നിയമപ്രകാരം നോക്കിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും യേശുവിന് പുരോഹിതനാകാൻ പറ്റില്ല. പക്ഷേ ലേവ്യരുടെ പാരമ്പര്യപ്രകാരമല്ല അദ്ദേഹം പുരോഹിതനായത്, മറിച്ച് മൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരമാണ്. ഇതിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം ഭൂമിയിലുള്ള ഏതെങ്കിലും വംശാവലിയെ അടിസ്ഥാനമാക്കിയുള്ളതല്ല, മറിച്ച് സ്വർഗീയവും നിത്യവുമായ ഒരു അധികാരത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് എന്നാണ് ഇതിനർത്ഥം. മൽക്കിസേദെക്കിനെ പോലെ യേശുവും എന്നേക്കുമുള്ള ഒരു പുരോഹിതനാണ്. അതൊരു പ്രത്യേക ഗോത്രത്തിൽ ജനിച്ചത് കൊണ്ടല്ല, മറിച്ച് ദൈവം അങ്ങനെ പ്രഖ്യാപിച്ചത് കൊണ്ടാണ്. ഈ ഒരു പൗരോഹിത്യം ലേവ്യ പൗരോഹിത്യത്തിന്റെ പകരമാകുക മാത്രമല്ല ചെയ്തത്, അതിനെ പൂർണ്ണമായി മറികടക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെയും പിന്നെയും മൃഗങ്ങളെ ബലിയർപ്പിക്കുന്നതിന് പകരം സ്വന്തം രക്തം തന്ന് ക്രിസ്തു ഏകയാഗമായി മാറി. മരണം കൊണ്ട് അവസാനിക്കുന്ന ഒരു പൗരോഹിത്യത്തിന് പകരം ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം എന്നേക്കുമായി ജീവിക്കുകയും മധ്യസ്ഥത വഹിക്കുകയും ചെയ്യുന്നുണ്ട്. ക്രിസ്തുവിലൂടെ മാത്രം നിവൃത്തിയാകുന്ന ഒന്നിലേക്കാണ് മൽക്കിസെദെക്ക് വിരൽ ചൂണ്ടുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.